ഇതിലെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ തിരിച്ചു കൊണ്ടാക്കുന്ന ഒരു സീനാണ്. എന്തോന്നാടി അമ്മമാര് ചിരിച്ചു മനുഷ്യനെ വയറ് വരെടുക്കുന്നു. എന്തൊക്കെ വരുന്നത് കൊറേയൊക്കെ ഞാൻ പറഞ്ഞു. അമൽ ഡേവിസ് ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ല അമൽ ഡേവിസ് ഒരു രക്ഷയില്ല. കൊള്ളാന്ന്. എടി എടി പെണ്ണ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചേക്കുന്നോട്ടോ. നീ ഒന്ന് പോയേ. മനസ്സ് തൃശ്ശൂരിലെ ആ ഭാഷ നല്ല രസമാണ്. നീ ഒന്ന് പോയേ. ഏതാ പെങ്കൊച്ചിനെ ആലോചിച്ചിട്ടാണോ? ഇതാരോടും പോയി പറയലട്ടാ, ആൾക്കാർ ചിരിക്കും. എന്തിന്? എടാ ഒന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കണ പോലത്തെ ഒരു പെങ്കൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദി അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാന്ന് തോന്നുന്നു. അതെന്താ? എടാ നീ ഇന്നലത്തെ ഡാൻസ് കണ്ടില്ലേ? ആ 3 പേരുള്ളതില് ആരായിട്ടായിരുന്നു അവൾ കൂടുതൽ ഇന്റിമേറ്റ്? എടാ അത് റീനു ആയിരുന്നില്ല മെയിൻ ഗോപിക. ശരി, അവനെ വിട്. അവളെന്താ കാണിച്ച്? അവളെന്ത് കാണിച്ച്? ഏത് കുല കാമ്പോജി കണ്ടു കഴിഞ്ഞാൽ അറിയാം അവര് വെറും ഫ്രണ്ട്സ് അല്ലാന്ന്. എടാ അവള് ക്യാരക്ടർ ആയതാണ്. എടാ അതൊന്നും അല്ല, അവര് തമ്മിലെല്ലാം നടന്നിട്ടുണ്ട്. ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ യദുകുല കാമ്പോജില് ഞാൻ തിളച്ച ചായ ഒഴിക്കും. ടിക്കറ്റ് എടുത്ത് തരട്ടെ? ഞാൻ ചെന്നൈക്കും പോണുള്ള ഒരു മറ്റടത്തേക്കും പോണുള്ള. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ ഡാ മോനെ അടങ്ങ്. നല്ല രസമാണ് കേട്ടോ അമൽ ഡേവിസിന്റെ സംസാരം. നീ ഇന്നലെ അവള് പറഞ്ഞത് ശ്രദ്ധിച്ചാ? ഇവിടെ നിക്കാൻ റീസണിലായി പോകുന്നതാണ് നല്ലതെന്ന്. അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്തർത്ഥം? ഇവിടെ നിക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിക്കണം എന്നല്ല അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ മോനെ, നീ പെമ്പിള്ളേര് പറയണ കോഡ് ഭാഷ ഡീകോഡും ചെയ്തിട്ട് അതിനൊക്കെ ഒരർത്ഥം കണ്ടുപിടിക്കല്ലേട്ടാ. എനിക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതാണ്. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസേ. പ്രേമം മനുഷ്യന്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. എടാ മണ്ട, വണ്ടി എടുക്ക്. എങ്ങോട്ട്? കൊക്കയിലേക്കാ? എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുക്ക്. തൈര് റിവേഴ്സ് ഞാൻ എടുക്കും. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടോ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിൻ ഇല്ലേ തോമസ്, അവന്റെ അമ്മ മേരി ആൻറ്റി. പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പില്ലേ? നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമല്ലേ? പോയേടാ, അമ്മ ആന്റിയെ കൊടുക്ക തുടക്കാണ്. ഇനി നിനക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് വീട്ടിലറിഞ്ഞിട്ട് വേണം എനിക്കൊരു വാളെടുക്കാൻ. എടാ നാട്ടിൽ കിടക്കുന്നത് നിന്റെ അമ്മ ഇത് എങ്ങനെ അറിയാനാണ്? നീ ആ കേസ് വിട്. പിന്നെ ശരി, നിനക്ക് ജോലി കിട്ടി. എന്നിട്ട് നിനക്ക് ഇന്നലെ അവള് പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് PG ഒക്കെ റീസണബിൾ ആയിട്ട് കിട്ടുമെന്ന്. നമുക്ക് അങ്ങോട്ട് മാറാം. ഞാനത് ഫിക്സ് ചെയ്തു. ഇതിനൊക്കെ ആര് റെന്റ് കൊടുക്കും? നീ ഇപ്പൊ കൊടുക്കുന്ന എന്നെ കൊടുത്താൽ മതി, ബാക്കി ഞാൻ ഇട്ടോളാം. എന്റെ അമ്മേ, ജോലി കിട്ടണേന് മുമ്പ് ഇങ്ങനെ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിടക്കാൻ നല്ല വൃത്തിയുള്ള ഒരു റൂം, പിന്നെ 2 കട്ടില്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നിനക്ക് പിന്നെ പഠിക്കാൻ പോകാനും എളുപ്പമാണ് അവിടുന്ന്. നീ പഠിക്കാൻ പോകുന്നു, ഞാൻ പണിക്ക് പോകുന്നു. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ഞാനും റീനും കൂടി വിഹരിക്കുന്നു. ബാക്കിയെല്ലാം ഓക്കെ. ലാസ്റ്റ് പറഞ്ഞത് നടന്നത് തന്നെ. മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കൂടാ. എപ്പടി നാണോ? നോക്കട്ടെ. നോക്കട്ടേന്നാ? ഇല്ലടാ, ഞാൻ നിന്നെ നാളെ തന്നെ ഫ്രൈഡ് ചിക്കൻ്റെ മാനേജറാക്കാം. നോക്കാണ്ട്. പിന്നെ ഇവിടെ ഒരു രൂപ കൊയിനുണ്ടായിരുന്നല്ലോ. കൊയിനാ? അതെന്തിനാണ്? ടോസറിന്റെ ഞായറാഴ്ച അല്ലേ? ടോസ് അമല, നീ കൊയിന അവിടെ വെച്ചേ. എന്നിട്ട് കയറി കിടന്നേ. ഇതൊക്കെ പോങ്ങിടും. അവൻ തറ കിടക്ക്. മറ്റേ ഗുഡ് നൈറ്റ്. ഈ ജോലി ടെമ്പററി ആയിട്ടാണെന്ന് നീ പറയണ്ട. KFC ഇത് നിന്റെ KFCയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതെ, മേരി ആൻറ്റി. ഒറ്റ മിനിറ്റ്. സൂക്ഷിച്ചും കണ്ട് നിക്കണം. ഇവിടെ ഓരോ ചിക്കൻ പീസിന് കണക്കുള്ളതാണ്. പോടാ. ചിക്കൻ എടുത്ത് തിന്നില്ലെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തെ PG വല്ലതും പരിചയമുണ്ടോന്ന് വെച്ചിട്ട് അമൽ ഡേവിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് പണി തുടങ്ങി. അയച്ചോട് ഓടിയതൊന്നും. കാർത്തിക് ഒരു PGയുടെ നമ്പർ അയച്ചിട്ടുണ്ടല്ലോ. ഒഴിവുള്ളപ്പോ പോയി നോക്കാം. അതെ, വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാൻ പോവാണ്. കമാന്നൊരു അക്ഷരം നിന്റെ വായിന്ന് വരരുത്. വല്ല പാട്ടും കേട്ടിരുന്നോളാം. भैया 2 पैकेट प्याल. So guys,
വളരെ കാലമായിട്ട് ഈ കമ്പനിയിലെ ഗേൾസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മാത്രം സോ അങ്ങനെ നീ ഇവിടെ പോയി തന്നാൽ മാത്രം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽ ആണ്. എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിസരം. വിഘ്നേഷ്, റേനു, catch, enjoy. നമുക്കൊന്നും ഇല്ലേടെ പെപ്പർ സ്പ്രേ. തനിക്കെന്താണോ pepper spray? ഓംലെറ്റിൽ അടിച്ച് ചുരുട്ടി തിന്നെ. എന്തൊക്കെ ചോദ്യങ്ങളാണ്. പെപ്പർ സ്പ്രേ ഓംലെറ്റ് അടിച്ച് ചുരുട്ടിക്കുന്നു. Just kidding. No smoking, no drinking, no girls. അണ്ണാ നോ walk on है സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ്, നോ ഗേൾസ്. ആദ്യം പറയുന്നതാണ് അവസ്ഥ. മരിച്ചു ഉള്ളി കർത്ത. തമാശ ഒന്നല്ല, നീ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ആരാ? അമൽ അമൽ ഡേവിസ്. ഡേവിസ്. ആ, 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 ആ. ഒന്ന് പോടി അവിടുന്ന്. ഹലോ. ആ കാർത്തിക, ഞങ്ങളിവിടെ മല്ലികാർജുന പി ജിയിൽ എത്തിട്ടോ. ആ എത്തിയോ? എങ്ങനെയുണ്ട് അവിടെ? ഇവിടെ അടിപൊളി 2 കട്ടിലൊക്കെ ഉണ്ട്. സച്ചിനുണ്ടോ? അവനതാണ് എന്താ താല്പര്യം. പരിപാടി? 2 കെട്ടില്ല. ഞങ്ങള് ചുമ്മാ വെറുതെ ടെറസിൽ കാറ്റുള്ളാനായിട്ട്. ടെറസിലോ? അവിടെ എന്നാ ഞങ്ങളുടെ ടെറസ് കാണണ്ടാണല്ലോ. എവിടെ കാണുന്നില്ലല്ലോ. എവിടെ എവിടെ? എടി അവന്മാരല്ലേ അത്? ദേ, റീന ഇവിടെ തുണി നോക്കി കാണിക്കണ്ട കണ്ടോ? എവിടെ? അല്ല, ഒരു റഷോൾ പൊക്കി കാണിക്കണ്ട കണ്ടോ? കണ്ട ആ കാർത്തിക, ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വിളിച്ചാട്ടോ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്ഥലം കൊള്ളാം. ആണോ? വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളോ? ആ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് വരൂ, നമുക്കൊരു ചായ കുടിക്കാം. റീനുവിനെ വിളിച്ചോ, ഞാൻ സച്ചിനായിട്ട് വരാം. ആ എന്നാലേ ഞങ്ങൾ ഈ തുണി വിരിച്ചിട്ട് വരാം. ഓക്കെ. ഓക്കെ ഓക്കെ ശരി നിക്ക്. അവിടെ ചെന്നിട്ട് കാര്യങ്ങളെ നയത്തിൽ അവതരിപ്പിച്ചോളാം, കൊളമാക്കരുത്. സച്ചിന് നീ ചെന്നൈ പോണെന്നിട്ട് പോയില്ല? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഒരു ഷോപ്പിൽ ജോലി കയറി. എവിടെ? TFCയില്. TFC നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ്? തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. അല്ല, തോമസ്. ആ തോമസ് ഫ്രൈഡ് ചിക്കൻ. തോമസ് ഫ്രൈഡ് ചിക്കൻ. ഞങ്ങളന്ന് ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ അവന്റെ ആ കട. ഓ, ആ വണ്ടി എന്താ ഇത്? വണ്ടി വിറ്റോസ് തന്നെ കൊണ്ട് കൊടുത്തില്ലേ? മറന്ന എല്ലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് നിക്കണടാ പട്ടി. അവൻ ഇതൊക്കെ വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? പുറത്തോട്ടൊന്നും പോവാറില്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പാണോ? വീക്കെൻഡ് ആയിട്ട് നമ്മളെന്താ ക്ലീനിങ്ങും അലക്കലും ഉറക്കൊക്കെ ആയിട്ടൊക്കെ പോകും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഒരു സിനിമയ്ക്ക് കണ്ട് ഇങ്ങനെ ശാന്തി. ചിൽമൂഡ്. എപ്പോഴും ഇങ്ങനെ അലക്കോണൊക്കെ ആയിട്ട് പോയാ മതിയോ? അവൻ ചവിട്ടി കൊടുക്കും കാര്യം. എന്താ ചെയ്യണ്ടേ? പിന്നൊന്നും ചെയ്യാനില്ലല്ലേ. ഭയങ്കര മടുപ്പാണെന്ന്. ഇവനാണെങ്കിൽ ജോലി, ഞാനാണെങ്കിൽ പഠിച്ച് മടുത്ത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പബ്ബിൽ പോവാന്ന് ഓർത്തപ്പോ അവിടെ കപ്പിൾ എൻട്രി മാത്രമേ ഉള്ളൂ. ഞങ്ങള് ഗേ കപ്പിളായിട്ട് പോയി നോക്കി, പൊക്കിയവന്മാര്. നിങ്ങള് ഗേ കപ്പിളാ? അല്ല, അങ്ങനെ അഭിനയിച്ചു പോവാൻ വേണ്ടിട്ട്. അത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. അഭിനയിച്ചാരോന്ന് പറഞ്ഞു. നിങ്ങള് സൺഡേ ഫ്രീ നെസ്ലിന്റെ ഒക്കെ ആണെങ്കിൽ അഭിനയം സൂപ്പറാണ്. കപ്പിളിനെ പോലെ അഭിനയിച്ച്. അല്ലടാ അതെ, അല്ല നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് ഞങ്ങൾ എടുത്തോളാം. ഞങ്ങൾ ഈ സൺഡേ ഫ്രീ ആണ്. പോവല്ലേ? വരാം. വരാം. ഫുഡിന്റെ കാശ് നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ അമൽ ഡേവിസിന്റെ നോക്കാം. ശരി കാണാം. ബൈ. ഫുഡിന്റെ ഡ്രിങ്ക്സിന്റെ എക്സ്പെൻസ് കൊടുത്തോളാം. എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? എന്തേ? എടാ അവിടെ എത്ര ബില്ലാവും അറിയോ നിനക്ക്? ഏകദേശം എത്ര വരും? നിന്റെ ഒരു മാസം ശമ്പളം കൊടുക്കേണ്ടി വരും. എടാ സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെ പറഞ്ഞോണ്ടല്ലോ, പബ്ബി ചെന്ന് ഇമാതിരി മണ്ടത്തരങ്ങൾ എന്ന് വിളിച്ചാ. ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ കൂടെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്റെ തലയിൽ കയറിയാലുണ്ടല്ല അമലേ, നിനക്ക് എന്റെ സ്വഭാവം അറിയില്ല. അമൽ ഡേവിസിന്റെ സത്യമായിട്ടും ഞാൻ അടിക്കും. കൊടുക്കോ, ബില്ല് കൊടുക്കോ. ചെല്ലി ഓണാവന്റെ മാരാ ദോസ്തേ. എടി ഇന്നെങ്കിലും ആ ചെറുക്കൻ്റെ അടുത്ത് പറയണം കേട്ടോ നീ കമ്മിറ്റഡ് ആന്ന്. ഇന്ന് പബ്ബിൽ വെച്ചാണ് എന്നെ പ്രപ്പോസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പറയാം. അമൽ ഡേവിസ് അവിടെ കിടന്ന് തുള്ളിച്ചാടുമായിരിക്കും. ഓ പിന്നെ ചൽ 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 മേരെ സാത്തി, ഞാനിപ്പോൾ ഹൈദരാബാദിൽ നവലോകപ്പടവുകൾ തേടി. എടി നമ്മുടെ വാണ്ടർലസിന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഇല്ലേ? എടാ ജനലിന്റെ അവിടെ നിന്ന് മാറിക്കിട്ട ആൾക്കാര് കാണും. പിന്നെ ആൾക്കാരൂടെ ബൈനോക്കുലറും വെച്ച് നോക്കിക്കല്ലേ കാണാൻ. എന്നാ നീ അഴിച്ചു കാണിക്ക്. വയനാട്ടിൽ
അയ്യോ ഇതെന്താ ഒരു കോലും